ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെൻറ്റും അസസ്മെൻറ്റും ആണ്. അപ്പം ഫസ്റ്റ് തന്നെ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് എന്താണ്? കഠിനമായ തടവ് ശിക്ഷ എന്നാണ് റിഗറസ് ഇംപ്രിസൺമെൻറ്റിന് കൊണ്ട് പറയുന്നത്. അതായത് അപ്പം ജയിലിൽ കിടക്കുന്ന ആൾക്ക് ഹാർഡായിട്ടുള്ള വർക്കൊക്കെ കൊടുത്ത്, അതായത് കല്ല് കട്ട് ചെയ്യുന്ന പോലെയുള്ള ഹാർഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള തടവ് ശിക്ഷേനെയാണ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾ ടാക്സ് അടയ്ക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണെങ്കിൽ ആ ഒരു ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 25 ലാഖിന് മുകളിലാണെങ്കിൽ അയാൾക്ക് ഫൈനും അതിനോട് കൂടി 6 months to 7 years വരെ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ലോവർ ദാൻ 25 ലാഖ് ആണെങ്കിൽ ആ ഒരു റിഗറസ് ഇംപ്രിസൺമെൻറ്റ് 3 months to 2 years വരെ ആയിട്ട് ചുരുങ്ങും. അപ്പം എബവ് 25 ലാഖ് ആണെങ്കിൽ 6 months to 7 years, ബിലോ 25 ലാഖ് ആണെങ്കിൽ ആ ഒരു റിഗറസ് ഇംപ്രിസൺമെൻറ്റ് 3 months to 2 years വരെയാണ് ഉണ്ടാവുക. അതാണ് ഈ ഒരു കേസിൽ പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അസസ്മെൻ്റ് ആണ്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് മീൻസ് ഇവാലുവേഷൻ, എസ്റ്റിമേഷൻ, മെഷർമെൻറ്റ്, ജഡ്ജ്മെൻറ്റ്, അതിനൊക്കെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ടാക്സ് അസസ്മെൻറ്റ് ആർ ഫണ്ടമെൻ്റൽ ടു ടാക്സ് കളക്ഷൻ ആണ്. അതായത് അസസ്മെൻറ്റ് മീൻസ് അസസ് ദ ഇൻകം ഓഫ് അസസി ആണ്. അപ്പം അസസി അടച്ചിട്ടുള്ള ഇൻകം ഓർ ടാക്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കറക്റ്റ്നെസ് നോക്കുന്നത് ഒന്നുകിൽ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ്റെ ബേസിസിലും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും. അപ്പം ഈ ഒരു അസസ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ the process of examining the return of income by the income tax department is called assessment. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടേൺ ഓഫ് ഇൻകം എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പേയബിൾ ആണ്. അതായത് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ എത്ര എമൗണ്ട് ആണ് ടാക്സ് അടയ്ക്കേണ്ടതെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സ് ആണ്, പ്രൊസീജിയർ. ഈ ഒരു ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ഇൻകം ഓർ ലോസ് ഈസ് ടു ബി അഡ്ജസ്റ്റഡ് ഫോർ. നമ്മൾ ഫയൽ ചെയ്ത ടോട്ടൽ ഇൻകം അവർ എങ്ങനെയാണ് നോക്കുന്നത് എന്നതാണ്. അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇനി അരിത്തമാറ്റിക്കൽ എറർ ഇൻ ദി റിട്ടേൺ. അതായത് എന്തെങ്കിലും അരിത്തമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടോ എന്നുള്ളതും അവർ ഫസ്റ്റ് അരിത്തമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് അവർ ഫസ്റ്റ് നോക്കുന്നത്. ഇപ്പം ആ ഒരു അരിത്തമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അരിത്തമാറ്റിക്കൽ എറേഴ്സിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആൻ ഇൻകറൻറ്റ് ക്ലെയിം ഒബിയസ് ഫ്രം എനി ഇൻഫർമേഷൻ ഇൻ ദി റിട്ടേൺ. അതായത് ഇൻകറൻറ്റ് ക്ലെയിം വല്ലതും ഉണ്ടോ എന്നുള്ളതും അവർ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിസലവൻസ് ഓഫ് ലോസ് ക്ലെയിംഡ് ഇൻ ദി റിട്ടേൺ ഫോർ ദി റെലവൻറ്റ് ഇയർ വാസ് ഫർണിഷ്ഡ് ബിയോണ്ട് ദി ഡ്യൂ ഡേറ്റ്. അതായത് ലോസ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസലവ് ചെയ്യേണ്ടതാണെങ്കിൽ അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസലവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട് ബട്ട് നോട്ട് കൺസിഡർ വൈൽ കമ്പ്യൂട്ടിംഗ് ദി ടോട്ടൽ ഇൻകം ഇൻ ദി റിട്ടേൺ. അതായത് ഇപ്പം ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് ചില എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും, അത് ഡിസലവ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസലവൻസ് റിട്ടേൺ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കും. നെക്സ്റ്റ് വൺ ഡിസലവൻസ് ഓഫ് ഡിഡക്ഷൻസ് 18IA, 18IAB, 18IB. അപ്പോൾ അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ഡിസലവ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ഡിഡക്ഷൻസ് ഡ്യൂ ഡേറ്റിൽ അല്ല ഫയൽ ചെയ്തത് എങ്കിൽ അതും ഡിസലവ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി ഇൻകം സോ അഡ്ജസ്റ്റഡ് ഇൻ ദി ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഇഫ് എനി ഷാൽ ബി കമ്പ്യൂട്ടഡ്. അതായത് മുകളിൽ പറഞ്ഞ ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവരൊരു ടോട്ടൽ ഇൻകം അറൈവ് ചെയ്യും. ആ ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ മേൽ ടാക്സ് എത്രയാണ്, ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് അവർ നോക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് പേയബിൾ ബൈ ഓർ റീഫണ്ട് ഡ്യൂ ടു
The assess shall be determined after allowing credit for TDS, TCS, advance tax paid, double taxation relief, assessment tax and any other amount paid as tax or interest. അതായത് ഇതിൽ നമ്മൾ അടച്ച TDS, TCS ഒക്കെ ലെസ് ചെയ്യും. നെക്സ്റ്റ് വൺ, intimation shall be sent to the assessee specifying the amount payable by or refund due to him. If there is any refund that shall be granted to the assessee, intimation shall may send where the loss declared in the return adjusted but tax or interest is payable or refund due. അതായത് ഇപ്പോൾ ഈ TDSും TCS ഒക്കെ ലെസ് ചെയ്തതിന് ശേഷം അടയ്ക്കാൻ ചിലപ്പോൾ നമുക്ക് ടാക്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് റീഫണ്ട് ആയിരിക്കും. അത് എത്രയാണെന്ന് പറഞ്ഞ് നമുക്കൊരു ഇൻറ്റിമേഷൻ അയക്കും, ഒരു നോട്ടീസ് നമുക്ക് അയക്കും. ഇന്നൊക്കെ ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഇമെയിലായിട്ടാണ് അയക്കുക. എന്തൊക്കെയാണെങ്കിലും നമുക്ക് അവർ ആ ഒരു എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അവർ ഇൻറ്റിമേഷൻ അയക്കുന്നുണ്ട്. പിന്നെ ഈ പീരീഡ് എന്ന് പറയുന്നത് എക്സ്പയർ ചെയ്യുന്നത് 1 year ഫ്രം ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദി റിട്ടേൺ ഈസ് മെയ്ഡ്. അതായത് ദ ടൈം പീരീഡ് ഫോർ ദി ഇൻറ്റിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ റിട്ടേൺ ഫയൽ ചെയ്തത് അത് ആ കൊല്ലത്തിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിൻ്റെ ഇടയിലാണ് ഇൻറ്റിമേഷൻ അയക്കുന്നത്. അതിന് ശേഷം നമ്മൾ അവർ ഇൻറ്റിമേഷൻ അയക്കാൻ പാടില്ല. വിത്തിൻ 1 year ദ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് റിട്ടേൺ ഈസ് ഫയൽഡ്. അതായത് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷമുള്ള ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൻ്റെ മുന്നേ തന്നെ അവർ ഇൻറ്റിമേഷൻ അയച്ചിട്ടുണ്ടാവണം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് if there is no refund or sum payable by the assessee, the acknowledgement of return may be treated as intimation. അതായത് ഇപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല, നമുക്ക് റീഫണ്ട് ഇല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലെങ്കിലും നമ്മൾ ടാക്സ് അടയ്ക്കാനില്ല, ഇപ്പം നമുക്ക് റീഫണ്ടും ഇല്ല ടാക്സ് അടയ്ക്കാനും ഇല്ല എങ്കിൽ നമ്മൾ അക്നോളജ്മെൻറ്റിനെയാണ് ഇൻറ്റിമേഷനായിട്ട് കണക്കാക്കുന്നത്. അതിപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിലും റീഫണ്ട് ആണെങ്കിലും എന്താണെങ്കിലും അവർ ഇൻറ്റിമേഷൻ നമുക്ക് അയക്കുന്നതായിരിക്കും. ടാക്സ് നമുക്ക് അടയ്ക്കാനില്ലെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ആണെങ്കിൽ കൂടി അവർ നമുക്ക് ഇൻറ്റിമേഷൻ അയക്കും. അപ്പം അതാണ് പറയുന്നത്. അപ്പം എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു റിഗറസ് ഇംപ്രിസൺമെൻറ്റും പിന്നെ അസസ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ ആയിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.